ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ രാവിലെ തന്നെ സ്കൂളില്ലാത്തതുകൊണ്ട് 7 മണിക്ക് ഇപ്പോൾ മദ്രസ അങ്ങനെ മദ്രസയിലേക്ക് പോയി. അപ്പോൾ മദ്രസയിലേക്ക് പോകാൻ ഞാൻ എണിക്കുമ്പോൾ തന്നെ എൻ്റെ ചെറിയ മോളും 5:50 തന്നെ എണിക്കുന്നത്. അപ്പോൾ അവർ പോയതിന് ശേഷം ഞാൻ അവളെ ഉറക്കിയ ശേഷമാണ് പിന്നെ പുറത്തേക്ക് വരുന്നത്. അപ്പോഴത്തേക്കും ഉമ്മ അപ്പത്തിൻ്റെ കാര്യമെല്ലാം റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റേതായ പണിക്കെല്ലാം പോയി. പിന്നെ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ടായിട്ട് പിന്നെ തൊട്ട അങ്ങനെ ഇതെല്ലാം ശരിയാക്കി പോയിട്ട് ഇത് എത്ര ക്ലീനാക്കിയെങ്കിലും പിള്ളേരെ ഇങ്ങനെ മെസ്സാക്കിയിട്ട് വിടും. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി കച്ചറെല്ലാം ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് കളഞ്ഞ് പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഡോറ് തുറന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൈൻ്റെ കലെല്ലാം ഇങ്ങനെ കണ്ണടിച്ചിലിൽ കാണും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ക്ലീനാക്കി സോഫ എല്ലാം ഒതുക്കിയിട്ട് വെച്ച് പിന്നെ അടിക്കാൻ തോർത്താൻ അങ്ങനത്തെ പണിയെല്ലാം ഉണ്ടായി. അപ്പോൾ ആ പണിയെല്ലാം പെട്ടെന്ന് നോക്കി. അപ്പോൾ മക്കളൊരു 9 മണിയാകുമ്പോൾ മദ്രസയിൽ നിന്ന് വരും. സ്കൂളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ 7 മണിന്ന് 9 മണിയോളം മദ്രസ. അങ്ങനെ പിന്നെ മീത്ത സൈക്കിൾ കുറേ ആയി എടുത്തിട്ട് വെച്ചത് കൊടുത്തിട്ടേ ഇല്ല കളിക്കാൻ. കൊടുത്തെങ്കിൽ പിന്നെ രാവിലെ രാത്രിയോളം അതിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ കാറ്റ് ശരിയുണ്ടായിട്ട് അങ്ങനെ ഹസ്ബൻഡ് കാറ്റെല്ലാം ശരിയാക്കിയിട്ട് കൊടുത്തു. പിന്നെ എപ്പോഴുള്ള പണി തന്നെ എല്ലാം ക്ലീനാക്കുക, അടിക്കുക, തോർത്തുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ഉമ്മാക്ക് ഇന്നൊരു മൊയ്ലുദ്ദീന് പോകാനുണ്ട്. അങ്ങനെ ഉമ്മ പോയി. പിന്നെ മക്കളുടെ ഉള്ളിൽ കുളിപ്പിച്ചിട്ട് ഇരുത്തിയിട്ട് ഞാൻ എൻ്റെ പണിയെല്ലാം എടുത്ത് പിന്നെ തോർത്തിട്ടായിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ പോകാനുണ്ട്. അങ്ങനെ ഇതെല്ലാം കയറ്റി റെഡിയാക്കിയിട്ട് വെച്ച് കറി മീൻ്റെത് ചാറാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. പിന്നെ അതിലെ ഫ്രിഡ്ജിലുണ്ടായത് അങ്ങനെ അതെടുത്തിട്ട് ഞാൻ ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് ഫ്രൈ ആക്കാൻ മീൻ നന്നാക്കിയിട്ട് അങ്ങനെ അത് ഫ്രൈ ആക്കി. അങ്ങനെ മീനെല്ലാം ഫ്രൈ ആക്കിയിട്ട് പിള്ളേർക്കെല്ലാം ചോറ് കൊടുത്തിട്ട് ചെറിയ മോളെയും പിന്നെ ഒരു 2 ആളും കിടന്നിട്ട് ഉറങ്ങി. പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം ഞാനിരുന്നു. അങ്ങനെയല്ല ഇന്ന് ഉച്ചവരെയുള്ള ദിവസമെല്ലാം അങ്ങനെ പോയി. പിന്നെ മീൻ റെഡിയാക്കിയിട്ട് വെച്ചിട്ടായിട്ട് ചോറ് വാർത്തിട്ടെടുത്ത് അങ്ങനെ പിന്നെ എൻ്റെ ചെറിയ കുഞ്ഞുമോൾക്ക് കഴിയുന്നില്ല, പനി ജലദോഷം ഉണ്ടായിട്ട് അങ്ങനെ കരിയുന്നുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് നടക്കാൻ. അതാണ് കരച്ചിൽ നോക്കുന്നത്.